അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഫൗസി സ്ട്രീംസ് കിച്ചൻ. ഇന്ന് നമുക്ക് നല്ലൊരു അടിപൊളി മട്ടൻ കഫ്സയുടെ റെസിപ്പി ആയാലോ. 1.5 കിലോ മട്ടനാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. മട്ടൻ നമുക്ക് നന്നായിട്ടൊന്ന് കഴുകി വാരി അതിൻ്റെ വെള്ളമൊക്കെ പോകാനായിട്ട് ഒന്ന് മാറ്റി വെക്കാവേ. ഇനി നമുക്ക് വേണ്ടത് 1 കിലോ സെല്ല ബസ്മതി റൈസാണ്. അത് നമുക്ക് 2-3 പ്രാവശ്യം ഒന്ന് കഴുകിയിട്ട് ഒന്ന് കുതിരാനായിട്ട് മാറ്റി വെക്കാം. നമ്മുടെ മട്ടനൊക്കെ 1/4 വേവാകുമ്പോഴാണ് നമുക്ക് ഈ അരി വേണ്ടത്. ആ സമയം വരെ ഞാനിത് കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. മട്ടനൊക്കെ ഓരോ സ്ഥലങ്ങളിലൊക്കെ ഓരോ രീതിയിലല്ലേ വേവുന്നത്. ചിലതൊക്കെ നന്നായിട്ട് മൂത്ത മട്ടനൊക്കെ ആണെങ്കിൽ ഒരുപാട് ടൈം എടുക്കുവേ. അപ്പോൾ അതേ അരി നന്നായിട്ട് കുതിരാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാൻ ഗ്യാസിലേക്ക് വെച്ച് കൊടുക്കാം. അതിലേക്ക് ഏകദേശം ഒരു 1/2 കപ്പോളം സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. 1.5 ടേബിൾ സ്പൂൺ ചെറിയ ജീരകം ഇട്ട് കൊടുക്കാം. അതൊന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും 4 സവാളയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് ചെറുതായിട്ട് അരിഞ്ഞതിട്ട് കൊടുക്കാം. 4 നല്ല പഴുത്ത തക്കാളിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ചെറുതായി അരിഞ്ഞ തക്കാളിയാണ്. ഒരു കഷ്ണം ഇഞ്ചിയും ഒരു കുടം വെളുത്തുള്ളിയും ചതച്ചതിട്ട് കൊടുക്കാം. 6 പച്ചമുളക് ചെറുതായി അരിഞ്ഞതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. സവാളയും തക്കാളിയൊക്കെ നന്നായിട്ട് വഴന്ന് വരുന്ന സമയത്ത് നമുക്ക് കുറച്ച് പുതിനയില, ഞാൻ എൻ്റെ തോട്ടത്തിൽ തന്നെ ഉണ്ടായതാണ് കേട്ടോ. എനിക്ക് ചെറിയൊരു തോട്ടമൊക്കെ ഉണ്ട്, അതിലുണ്ടായാണ് പുതിനയില. പിന്നെ കുറച്ച് മല്ലിയിലയും കൂടി നമുക്ക് അരിഞ്ഞെടുക്കാം. സവാളയൊക്കെ നന്നായിട്ട് വഴന്ന് വരുമ്പോഴത്തേക്കും നമുക്ക് ഇത് ഇട്ട് കൊടുക്കാം. ഇനി ഞാൻ എടുത്തിരിക്കുന്നത് 60 ഗ്രാം വീതമുള്ള 2 പാക്കറ്റ് ടൊമാറ്റോ കെച്ചപ്പിൻ്റെ പാക്കറ്റാണ്. അതുകൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എണ്ണയൊക്കെ തെളിഞ്ഞ് വരുന്ന സമയത്ത് നമുക്ക് കഴുകി നേരത്തെ വെച്ച് ആ മട്ടനും കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും വെള്ളവും കൂടി ഒഴിച്ചിട്ട് ഈ മട്ടനൊക്കെ ഒരു 1/4 വേവാവുന്നത് വരെ നമുക്കിത് അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കാവേ. നമ്മുടെ മട്ടനൊക്കെ ഏകദേശം 1/4 വേവായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 5 ഏലക്കയും 5 ഗ്രാമ്പൂവും 1 തക്കോലവും 2 കറുവാപ്പട്ടയും 2 ബേ ലീഫ് ഇട്ട് കൊടുക്കണം. എൻ്റെ കയ്യിൽ ഒരെണ്ണേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ നമുക്ക് 2 ഉണക്കനാരങ്ങ ഇട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ മുഴുവനായിട്ടുള്ള കുരുമുളകും 1 ടേബിൾ സ്പൂൺ പച്ചമല്ലി കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ. പച്ചമല്ലി ഞാൻ സ്കിപ്പ് ചെയ്തു പോയി, അതുകൊണ്ടാണ്. പിന്നെ നമ്മൾ നേരത്തെ കുതിരാൻ വെച്ച അരി കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ സമയത്ത് ഉപ്പൊക്കെ ആവശ്യമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ചേർത്ത് കൊടുക്കാൻ മറന്നു പോകരുത് കേട്ടോ. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിക്കുമ്പോൾ നമ്മുടെ ഈ വിരലിൻ്റെ ഈ ഒരു ലെവലിൽ വേണം നമുക്ക് അരിയും വെള്ളവും കൂടി വേണ്ടത്. ഇനി നന്നായിട്ട് മിക്സ് ചെയ്ത് ഒന്ന് അടച്ച് വെച്ച് കൊടുക്കാം. നന്നായിട്ട് തിളച്ച് വരുമ്പോഴത്തേക്കും ഒന്നുകൂടി മിക്സ് ചെയ്തിട്ട് വളരെ കുറഞ്ഞ തീയിൽ വെച്ചിട്ട് നമുക്ക് ഇത് വേവിച്ച് വറ്റിച്ചെടുക്കാവേ. നല്ലൊരു അടിപൊളി കഫ്സയുടെ റെസിപ്പിയാണ് ഫൗസി സ്ട്രീംസ് കിച്ചൻ. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടി സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ആ വലതുവശത്തുള്ള ബെല്ലൈക്കൺ കൂടി അമർത്തി ഓൾ ഓപ്ഷൻ കൊടുക്കുകയാണെങ്കിൽ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും. അതുപോലെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. ഈ ഒരു റെസിപ്പി ഞാൻ ഒരു 6-7 വർഷങ്ങൾക്ക് മുമ്പേ കൈരളിയുടെ അറേബ്യൻ കാഴ്ചകൾ എന്നൊരു ചാനൽ ചെയ്തിട്ടുണ്ട്. അന്ന് എനിക്ക് ഒരുപാട് അഭിനന്ദനങ്ങളൊക്കെ കിട്ടിയൊരു റെസിപ്പിയാണ്. അതിനുശേഷം ഒരുപാട് സ്ഥലങ്ങളിൽ ഞാൻ ഗസ്റ്റൊക്കെ വരുമ്പോഴൊക്കെ തയ്യാറാക്കി കൊടുക്കുന്ന ഒരു വിഭവം കൂടിയാണ്. ബീഫ് കൊണ്ടും ചിക്കൻ കൊണ്ടും ഒക്കെ നമുക്ക് ഇതുപോലെ ചെയ്യാം കേട്ടോ. നമ്മുടെ മട്ടനൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാ കൂട്ടുകാരും തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറന്നു പോകരുത്. വീണ്ടും ഇതുപോലുള്ള വീഡിയോസുമായി കാണുന്നവരെല്ലാ കൂട്ടുകാർക്കും അസ്സലാമ, ബായ്.